മോളെ മതി, സമയമായില്ലേ സ്കൂളിൽ പോയാൻ. അമ്മ വയ്യ നനച്ചോളാം, മോള് സ്കൂളിൽ പോകാൻ കഴിഞ്ഞോ? ശരി അമ്മേ. മോളെ വേഗം നോക്കണേ, ലേറ്റ് ആവാൻ വേണ്ടി പാടില്ല കേട്ടാ. ബെല്ലടിക്കുന്നതിന് മുന്നേ എത്തൂലേ സ്കൂളില്? ശരി, എന്നാ പിന്നെ വേഗം ബാഗ് എടുത്തോ. വാ, ബുക്കെല്ലാം വേറെ ഇല്ല മോളെ, ഒന്നും മിസ്സായിട്ടൊന്നും ഇല്ലല്ലോ. ബോക്സിൽ വെച്ചിട്ടുണ്ടേ. ഭക്ഷണം കഴിക്കണേ ഫുള്ളായിട്ടും. ബാഗ് ഇടും. വെള്ളം കുടിക്കാൻ മറക്കല്ലേ. വാ, പഠിക്കണേ നല്ലോണം. പഠിക്കണം മോളെ. എന്തിനാ മോള് കരയുന്നേ? എന്നാ മോളെ പറ, എന്നാ മോള് കരയാണ്ട് കാര്യം പറ. എന്തിനാ മോള് കരയുന്നേ? നോക്കി, എന്തിനാ മോള് കരയുന്നേ? എല്ലാവരും പരാജയപ്പെട്ടു അമ്മ. ഇനി ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എന്താ മോളീ പറയുന്നത്? അയ്യേ, മോള് ഇങ്ങോട്ട് വന്നേ. എന്താ വാ, മോളിവിടെ ഇരുന്നാട്ടെ. വാ, അവിടെ ഇരിക്കണം. അമ്മ എന്തിനാ ഇത്? മോളെ, പെൻസിൽ മൂർച്ചയാകാൻ കുറച്ച് വേദന സഹിക്കണം, എങ്കിലേ അത് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലും വരുന്ന കഷ്ടപ്പാടുകളുണ്ടല്ലോ, അതൊന്നും നമ്മളെ തകർക്കാനല്ല, നമ്മൾ ഷാർപ്പൻ ചെയ്യാനാണത്. കഷ്ടപ്പാടുകളും പരാജയങ്ങളും എന്നും നിലനിൽക്കില്ല. ഇന്ന് നീ അനുഭവിക്കുന്ന വേദന നാളെ നിന്നെ കൂടുതൽ ശക്തനാക്കും. ഈ വേദന സഹിച്ച് നീ മുന്നോട്ട് പോയാൽ നാളത്തെ വിജയം നിനക്കായി കാത്തിരിക്കും. ഇന്നത്തെ പോരാട്ടം നാളെയുടെ വിജയത്തിൻ്റെ പരിശീലനം കൂടിയാണ്. സോ റിമെമ്പർ, ടുഡേ സ്ട്രഗിൾ ഈസ് ടുമോറോ സ്ട്രെങ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.